എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് കുക്കർ ചിക്കൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു മിക്സിയുടെ ജാറ് വെച്ചെടുക്കാം. അതിലേക്ക് പുതിനയില ഒരു കൈപ്പിടിയോളം എടുത്തിട്ടുണ്ട്, മല്ലിയിലയും എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനി വേണ്ടത് നമുക്കിതാ 3-4 പച്ചമുളക് അത് ഇട്ട് കൊടുക്കാം. ഒരു 6-7 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, അതും കൂടി ചേർത്തെടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് പതുക്കെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. പിന്നെ ഇതാ ഒരു വലിയ പീസ് ഇഞ്ചി, എന്നിട്ട് ഇതാ അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇതാ ഗരം മസാല പൗഡറാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ വേണ്ടത് 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, ഇതാ തൈര് ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒരു 1.5 ടീസ്പൂൺ തൈരും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ മുളക് പൊടി കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ, അതൊരു 2 ടീസ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതാ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ മല്ലിപ്പൊടി ഒരു 2 ടീസ്പൂൺ. എന്നിട്ട് ഇതാ അടച്ചു വെച്ചിട്ട് നന്നായിട്ടൊന്ന് കറക്കിയെടുത്തിട്ട് വരാം. അപ്പോൾ ഇതാ ചിക്കൻ്റെ സ്കിന്നൊക്കെ റിമൂവ് ചെയ്തിട്ട് നന്നായിട്ട് കഴുകി വാല വെച്ച ചിക്കനാണ് കേട്ടോ. 2 കിലോളം ഉണ്ട് കേട്ടോ ആ ചിക്കൻ. ഇനി ഇതാ ഇതിലേക്ക് അല്പം ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ ഇതാ നമ്മൾ പേസ്റ്റാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ഇതാ ഇതിലേക്ക് ചേർത്തെടുത്തിട്ട് കൈ കൊണ്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. കൈ വെച്ച് തന്നെ നമുക്കിതൊന്ന് മിക്സാക്കി കൊടുക്കാം കേട്ടോ, എന്നാലാണ് എല്ലാ ഭാഗത്തേക്കും ചിക്കനിലേക്ക് പിടിക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ ചിക്കൻ എടുത്തപ്പോൾ അവിടെ ഇവിടെ ആയിട്ടൊക്കെ ഒന്ന് കത്തി വെച്ചിട്ട് വരഞ്ഞു എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അരിപ്പൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാൻ പറ്റും. അപ്പോൾ ഇതാ മസാലയൊക്കെ നന്നായിട്ട് ചിക്കനിൽ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതൊരു 3-4 മണിക്കൂർ നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. എന്നിട്ട് ഇതാ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്, അതിലേക്ക് ഇതാ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതാ നമ്മളിതാ ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ മസാല എല്ലാം വടിച്ച് ചിക്കനിലേക്ക് ചേർത്തെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ കുറച്ചും കൂടി കറിവേപ്പില ഞാൻ എന്താ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ടൊരു 5-10 മിനിറ്റ് നേരം നമുക്ക് തിരിച്ച് മറിച്ചൊക്കെ ഇട്ടിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് കുക്കർ അടച്ച് വെച്ചിട്ടാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ടാണ് കേട്ടോ ഒരു 5-10 മിനിറ്റ് നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അത് നമ്മൾ കുക്കർ അടച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ വെയിറ്റ് ഇടുന്നില്ല കേട്ടോ, വിസിലടുപ്പിക്കാതെയാണ് ഇത് കുക്ക് ചെയ്തെടുക്കുന്നത്. പെട്ടെന്ന് വേവുന്ന ചിക്കൻ ആയതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അത് ഒരു 5-10-15 മിനിറ്റ് നേരം കുക്കറിൽ അങ്ങനെ തന്നെ വെച്ച് ഇനിയിപ്പോൾ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഹാഫ് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ചിക്കൻ തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ നന്നായിട്ട് 2 വശം മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് മതി, നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. എന്നിട്ട് പാനൊന്ന് ടിഷ്യൂ വെച്ചിട്ട് ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഒരു സവാള കൊത്തിയരിഞ്ഞത്, ഒരു ചെറിയ തക്കാളിയും കൂടി കൊത്തിയരിഞ്ഞിട്ടുണ്ട് കേട്ടോ. അതും കൂടി എല്ലാം ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. സവാളയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഒരുപാട് മുരിഞ്ഞ് പോകേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് വാടി വന്നാൽ മതി. ഇനി ഇതിലേക്ക് നമുക്കിതാ മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1.5 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഓൾറെഡി മുളക് പൊടിയൊക്കെ ഇട്ട് ചേർത്താണ് നമ്മൾ ഫ്രൈ ആക്കിയത്. എന്നാലും മസാലയ്ക്ക് ഒരല്പം എരിവിന് വേണ്ടിയിട്ട് കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് മസാല പൗഡർ കൂടി ചേർത്തെടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ കുക്കറിൽ കുറച്ച് ചിക്കൻ്റെ ഗ്രേവി ഇരിപ്പുണ്ട്, അതും കൂടി ചേർത്തെടുക്കുന്നുണ്ട്. ഗ്രേവി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. കുക്കറിൽ ഒരു 1/2 ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ആ വെള്ളവും കൂടി ആ ഗ്രേവിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഒരു 1/2 ലെമൺ എടുത്തിട്ടുണ്ട്, അത് പിഴിഞ്ഞ് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ല ഗ്രേവിക്ക് നല്ല പുളിയും എരിവും ഉപ്പും ഒക്കെ ചേർന്ന് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ആക്കി വെച്ചിരിക്കുന്ന ഇതിലേക്ക് ചിക്കനാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് തിരിച്ചും മറിച്ചും ആ ഗ്രേവിയൊക്കെ ചിക്കനിലേക്ക് ഒന്നൊക്കെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഒരു 5 മിനിറ്റ് നേരം ഒന്ന് അടച്ചു വെച്ചിട്ട് നമുക്കിതൊന്ന് പതുക്കെ കുക്ക് ചെയ്തെടുക്കാം. എന്നാലാണ് ചിക്കനിലേക്ക് എല്ലാ മസാലയൊക്കെ ഒന്ന് പിടിച്ച് അടിപൊളിയായിട്ട് വരുള്ളൂ. അപ്പോൾ ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ ചിക്കനൊക്കെ സെറ്റായി വന്നിട്ടുണ്ട്. ഇത് അപ്പത്തിൻ്റെയും ചോറിൻ്റെയും
പ്ലെയിൻ റൈസിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഈ തവണത്തെ പെരുന്നാളിന് നമുക്ക് ഇങ്ങനെ ഒരു കുക്കർ ചിക്കൻ ഉണ്ടാക്കാം. എന്നാൽ ശരി, പോയിട്ട് വരാം.